കുട്ടികളുടെ ബൗണ്ടറീസ് നമ്മൾ റെസ്പെക്ട് ചെയ്യാത്തിടത്തോളം എന്ത് ഗുഡ് ടച്ചും ബാഡ് ടച്ചും പഠിപ്പിച്ചിട്ടും യാതൊരു പ്രയോജനമില്ല. ഇതിന്റെ 4 പ്രധാനപ്പെട്ട കാരണങ്ങൾ പറയാം. നമ്പർ 1, കുട്ടികളുടെ നോ നമ്മൾ റെസ്പെക്ട് ചെയ്യുമ്പോഴാണ് ബോഡി ഓട്ടോണമി നമ്മൾ അവരെ പഠിപ്പിക്കുന്നത്. ഈവൻ എന്റെ പാരന്റ്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും എന്നെ ഫോഴ്സ് ചെയ്യിപ്പിച്ച് ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്നവർ മനസ്സിലാക്കുന്നത്. അവരുടെ ബോഡി അവരുടേതാണെന്നും അവരുടെ ബോഡിയെ സംബന്ധിക്കുന്ന എല്ലാ ഡെസിഷൻസും അവരാണ് എടുക്കേണ്ടതെന്നും അവർ ലേൺ ചെയ്യുന്നത്. നമ്പർ 2, ഇറ്റ് പ്രിവെന്റ്സ് ഫ്യൂച്ചർ അബ്യൂസ്. കുട്ടികൾ നോ പറയുമ്പോൾ നമ്മളത് റെസ്പെക്ട് ചെയ്യാതെ എൽഡേഴ്സിനെ ഹഗ് ചെയ്യാനും കിസ് ചെയ്യാനും ഫോഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കുട്ടികൾ അത് അനുസരിക്കുന്നില്ലെങ്കിൽ അവരെ വഴക്ക് പറയുകയോ പണിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിലും അവർക്ക് അൺസേഫ് ആയിട്ടുള്ള എൻവയൺമെന്റ് ഉണ്ടാകുമ്പോൾ, അബ്യൂസീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ നോ പറയാൻ കഴിയില്ല. നമ്പർ 3, ബിൽഡ്സ് അസർട്ടീവ്നെസ്. കുട്ടികളുടെ നോ നമ്മൾ റെസ്പെക്ട് ചെയ്യുമ്പോൾ അത് അവരുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഭാവിയിൽ സംസാരിക്കേണ്ട സിറ്റുവേഷൻസിൽ സംസാരിക്കാനും ബൗണ്ടറീസ് സെറ്റ് ചെയ്യേണ്ട സമയത്ത് സെറ്റ് ചെയ്യാനും അവരുടെ പേഴ്സണൽ സ്പേസിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഒക്കെ അവർക്ക് സാധിക്കും. നമ്പർ 4, എൻകറേജസ് ഇമോഷണൽ സേഫ്റ്റി. കുട്ടികളുടെ നോ നമ്മൾ റെസ്പെക്ട് ചെയ്യുമ്പോഴാണ് ദേ ഫീൽ ദേ ആർ ബീങ് ഹേർഡ് ആൻഡ് അണ്ടർസ്റ്റുഡ്. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളുടെ അടുത്ത് ഒരു ഇമോഷണൽ സേഫ്റ്റിയും ട്രസ്റ്റും ഒക്കെ ഫൗണ്ട് ചെയ്യും. അത് ഭാവിയിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോഴും നമ്മുടെ അടുത്ത് വന്ന് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നൽകും.